ഇനി രാമകഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഥ പറയുന്നത് പണ്ട് ഭൂഭാരം കൂടിയപ്പോ, അങ്ങനെയാണല്ലോ കഥ പറയുക. ഭൂഭാരം കൂടിയപ്പോ ഭൂമിദേവി ഗോരൂപമെടുത്ത് ബ്രഹ്മാവിന്റെ അടുത്തെല്ലാം, ബ്രഹ്മാവും കൂട്ടരും പാലാഴി തീരത്തെയെല്ലാം പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തും. ഭഗവാൻ അവരോട് പറയും, ഞാനിതാ ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിക്കുന്നു. ഇപ്പൊ ആരാണ് ഭൂമിക്ക് ഭാരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? രാവണാദികളാണ്. അതുകൊണ്ട് ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ച്, എന്തിനാണ് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത്? അവനെ ദേവന്മാരൊന്നും കൊല്ലരുതെന്നുള്ളൊരു വരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവതരിച്ച് അവനെ കൊല്ലുന്നുണ്ട്. ഇത് അധ്യാത്മരാമായണത്തിന്റെ വിഷയം എങ്ങനെയാണ്. എന്നാൽ വാൽമീകി രാമായണത്തിൽ നിങ്ങൾ ഇങ്ങനെ കാണില്ല എന്ന് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമസ്വാമിയെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു ക്ഷത്രിയ രാജാവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസം അവിടെ അങ്ങനെ കാണാൻ പറ്റുന്ന വരികയാണ്. ഏതായാലും നമുക്ക് രാമകഥയിലേക്ക് കടക്കാം. ഭാരതത്തില് സമ്പന്നമായൊരു രാജവംശമായിരുന്നു കോസല രാജ്യം. ഉത്തര കോസലമെന്നും ദക്ഷിണ കോസലമെന്നും രണ്ട് രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ രണ്ടും കൂടി ചേർന്ന് ആ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായി സമ്പൽ സമൃദ്ധി കൊണ്ട്, സർവ്വ ഐശ്വര്യങ്ങളെ കൊണ്ട്, എല്ലാവിധ പുരോഗതി കൊണ്ട്, പട്ടണങ്ങളൊക്കെ ആയിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ട് അതിഗംഭീരമായൊരു തലസ്ഥാനം അയോധ്യ നഗരി. അവിടെയാണ് സൂര്യവംശത്തിലെ രാജവംശത്തില് ഇക്ഷ്വാകുവിൽ നിന്നും തുടങ്ങി സാഗരന്മാരിലൂടെ ലോകം മുഴുവൻ സ്വർഗലോകം വരെ പ്രസിദ്ധിയാർജിച്ച ഭഗീരഥ തപസ് ചെയ്ത ഭഗീരാദികളൊക്കെ ജനിച്ച കുലമാണ് രഘുവംശമായിരിക്കുന്ന ഇക്ഷ്വാകു വംശം. ആ ഇക്ഷ്വാകു വംശത്തിലെ 40ാമത്തെ ചക്രവർത്തിയായിരുന്നു ദശരഥ മഹാരാജാവ്. അദ്ദേഹമാണെങ്കിലോ ബുദ്ധി സാമർഥ്യം, കഴിവ്, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള പെരുമാറ്റം, ധാർമ്മികത, ബ്രാഹ്മണരോടും സന്യാസിമാരോടുമുള്ള ആദരവ്, എല്ലാം കൊണ്ടും സ്വഭാവവിശേഷം കൊണ്ട് അതിഗംഭീരനായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടി ഉണ്ടത്രേ, ശബ്ദവേദി എന്ന്. എന്താ ശബ്ദവേദി എന്ന് പറഞ്ഞാൽ? ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് വസ്തുക്കളെയോ വ്യക്തികളെയോ കാണാതെ തന്നെ അമ്പെയ്ത് ലക്ഷ്യസ്ഥാനത്ത് അമ്പെത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. ദശരഥൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് അന്വർത്ഥമാണ്. ദശരഥൻ എന്ന് പറഞ്ഞാൽ സ്ഥൂലമായൊരർത്ഥം 10 കുതിരകളെ കെട്ടിയ തേരിനെ അതിവേഗത്തിൽ ഓടിക്കാൻ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ പേര് പോലെ 5 കുതിരകളെ കെട്ടിച്ച ഒരു തേരോടിക്കുന്ന ഒരു സാമർഥ്യമുള്ള ഒരാളുണ്ട്. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെ അദ്ദേഹം ഓടിക്കുന്നത് 10 കുതിരകളെയാണ്. ഇനി മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ദശരഥനാണ്. ദശെന്ന് പറഞ്ഞാൽ 10 എന്നാണ്. 10 ഇന്ദ്രിയങ്ങളെയും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളെയും അത്രമാത്രം കർമ്മശക്തിയും കൂർമ്മബുദ്ധിയും കുശാഗ്രബുദ്ധിയും ഉള്ളതാക്കി തീർത്തവനാണ് ആര്? ദശരഥൻ. അത്ര ബുദ്ധിവൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചത് ദക്ഷിണ കോസല രാജ്യത്തിലെ രാജപുത്രിയായ കൗസല്യാദേവിയാണ്. പക്ഷെ രാജാവിന് പുത്രന്മാരൊന്നും ഉണ്ടായില്ല. കാലം മുന്നോട്ട് പോയി. പിന്നീട് സുമിത്രാദേവിയെ വിവാഹം കഴിച്ചു. അപ്പോഴും കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേകയ രാജ്യത്തിലേക്ക് അദ്ദേഹം പോകുന്നതും കേകയ രാജാവിന്റെ ഏക പുത്രി അതിസുന്ദരിയായ കൈകേയിയെ കാണുന്നതും ആ സൗന്ദര്യത്തിൽ ആകർഷിതനായി അദ്ദേഹത്തിന് അല്പം ചാബല്യം വന്നുപോയി. അദ്ദേഹം കൈകേയിയെ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എന്റെ രാജ്യം ഇതാ ഞാൻ കൈകേയിയെ ലഭിക്കുന്നതിന് വേണ്ടി കന്യകാദാനമായി നൽകുന്നു. അപ്പോ കൈകേയിയുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഒരു രാജാവിനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. എപ്പോ കൈകേയിയിൽ അങ്ങയ്ക്ക് പുത്രനുണ്ടാകുന്നുവോ ആ പുത്രനെ വേണം രാജ്യമേൽപ്പിക്കാൻ. ആ കൈകേയിയുടെ സൗന്ദര്യം കണ്ടപ്പോ അതിൽ മോഹിതനായ രാജാവ് അതൊക്കെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. ഇതൊക്കെ പിന്നീടൊരു ദുരന്തമായി തീരുമെന്ന് അദ്ദേഹം ഒരിക്കലും
പ്രതീക്ഷിച്ചില്ല. ഏതായാലും കൈകേയിയെ കൂട്ടിക്കൊണ്ടുവന്നു. 3 ഭാര്യമാരായി, കൗസല്യയും കൈകേയിയും സുമിത്രയും. രാജാവിന് പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല, കഥ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം സുമന്ത്രര് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ രാജ്യത്തെ അലങ്കരിച്ചത് 8 മന്ത്രിമാരും 2 സന്യാസിവര്യന്മാരുമാണ്. സന്യാസിവര്യന്മാരായിരുന്നു വസിഷ്ഠരും വാമദേവനും. അതുപോലെ മന്ത്രിമാരിൽ പ്രമുഖന്മാരായിരുന്നു പ്രധാനമന്ത്രിയായ സുമന്ത്രര്, അശോകൻ തുടങ്ങിയിട്ടുള്ള പല മന്ത്രിമാരും, അദ്ദേഹത്തിന്റെ ദൃഷ്ടി, ജയന്തൻ, അതുപോലെ സിദ്ധാർത്ഥൻ തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ആരെയാണ്? പ്രധാനമന്ത്രിയായ സുമന്ത്രരുവാരെ. അങ്ങനെ രാജാവ് പുത്രഭാഗ്യമില്ലാത്തതുകൊണ്ട് വളരെ ദുഃഖമായി. പ്രായം ഇങ്ങനെ കൂടി വരികയാണ്, കുട്ടികളില്ല, അനന്തരാവകാശമായിട്ട് ആര് വരും? അന്നൊക്കെയാണെങ്കിൽ ഈ ഒരു വിശ്വാസമുണ്ട്. ഏത്? മരിച്ചു കഴിഞ്ഞാൽ പുത്രൻ വേണം, മൂത്ത പുത്രൻ വേണം ചിതയ്ക്ക് തീ കൊളുക്കാൻ, എന്നാലേ ആ ആത്മാവിന് പരലോകപ്രാപ്തി കിട്ടുകയുള്ളൂ. പിണ്ടം വെക്കാൻ ആൺകുട്ടികൾ വേണം. ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം പണ്ട് കാലത്തുണ്ടായി. അപ്പൊ രാജാവ് മന്ത്രിമാരോടൊക്കെ കൂടിയാലോചന ചെയ്തപ്പോ സുമന്ത്രര് പറയാണ്, അങ്ങയ്ക്ക് പുത്രഭാഗ്യമുണ്ടാവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണ്? വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗൻ ഇപ്പോ ലോമപാദ മഹാരാജാവിന്റെ മരുമകനായി കൊട്ടാരത്തിൽ അംഗരാജ്യത്തിൽ വസിക്കുന്നുണ്ട്. അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അശ്വമേധയാഗവും പുത്രകാമേഷ്ടിയാഗവും ചെയ്താൽ ഒരുപക്ഷെ അങ്ങയ്ക്ക് എന്ത് കിട്ടും? പുത്രഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ രാജാവിന് വളരെ സന്തോഷമായി. വിഭാണ്ഡക മഹർഷിയുടെ പുത്രനെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് നേരിട്ട് ലോമപാദ മഹാരാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. കഥകളൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ ആ ഋഷ്യശൃംഗന്റെ കഥ വളരെ മനോഹരമായി പറയുന്നുണ്ട്. അതിനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ ഋഷ്യശൃംഗനെ വൈശാലി എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതില് രാമായണത്തിൽ പറഞ്ഞ പോലെയല്ല പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വഴിതെറ്റിച്ചിട്ടൊക്കെയാണ് കഥ. കാരണം അവർക്ക് മസാലയാണല്ലോ, മസാല ഇല്ലെങ്കിൽ കഥ സിനിമ ചെലവാവില്ലല്ലോ. ഈ ഋഷ്യശൃംഗൻ സ്ത്രീകളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്രേ. വിഭാണ്ഡക മഹർഷി അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഋഷ്യശൃംഗന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നതാണ്. ലോമപാദ മഹാരാജാവാണെങ്കിൽ ദുർമാർഗിയായി ദുഷ്ടനായി രാജ്യം ഭരിച്ചത് കാരണം പ്രകൃതി പോലും ക്ഷോഭിച്ചുകൊണ്ട് മഴ കൊടുത്തില്ല എന്നാണ്. ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോണ്ടല്ലോ, രാമായണം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാജാവിന്റെ സ്വാർത്ഥ മനസ്സിന് പ്രകൃതിയുടെ താളം തെറ്റിക്കാൻ സാധിക്കുന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പ്രകൃതിയുടെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ സുനാമികളും വെള്ളമില്ലായ്മയും കാറ്റുകളും പലതും. ഈ ക്ലൈമറ്റൊക്കെ മാറി വരുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പോഴത്തെ ഈ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചിട്ട് നോബൽ സമ്മാനം നേടിയ ഒരാളുണ്ട്, റെച്ചൂരിയോ. അയാളുടെ ഒരു പഠനത്തിൽ അയാൾ പറയുന്നത് ഭൂമിയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സർവനാശത്തിലേക്കുള്ള പോക്കാണെന്ന് തോന്നണമെന്ന് പറയാണ്. അത്രമാത്രം ഇവിടെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ചൂട് കൂടിക്കൂടി വരുന്നു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രയോ കാലം ബോംബെയിൽ 68 അത്രേ തണുപ്പുണ്ടായത്. അതിനേക്കാൾ കഠിനമായൊരു തണുപ്പാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര തണുപ്പ്. ബോംബെയിൽ ഒരിക്കലും തണുപ്പുണ്ടാവാറില്ല. ക്ലൈമറ്റ് തന്നെ താളം തെറ്റിപ്പോയി എന്ന് പറയാണ്. അപ്പൊ ഇതിനെന്താണ് അത്ര കാരണം? മനുഷ്യന്റെ മനസ്സ് സ്വാർത്ഥമാകും തോറും അതിന്റെ പ്രതിഫലനം ഭൂമിയിലും ഉണ്ടാവുന്നതാണ്. ക്ലൈമറ്റ് വരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലോമപാദ മഹാരാജാവ്. അയാൾ ദുർമാർഗിയായി സ്വാർത്ഥനായി രാജ്യം ഭരിച്ചപ്പോ ഭൂമിയിൽ മഴ തന്നെ പെയ്തില്ല അയാളുടെ രാജ്യത്തിൽ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ പെയ്യാതെ വന്നപ്പോഴോ അദ്ദേഹത്തിന് മാർഗം പറഞ്ഞു കൊടുത്തു ഏതൊരു മഹർഷി, ഋഷ്യശൃംഗനെ വരുത്തിയാൽ മതിയെന്ന്. പക്ഷെ ഈ ഋഷ്യശൃംഗനെ ഒന്ന് പോയി കാണണ്ടേ? കണ്ടു കഴിഞ്ഞാൽ വിളിച്ചിങ്ങോട്ട് വരുത്താൻ പറ്റില്ല. എങ്ങാനും വിഭാണ്ഡക മഹർഷി അതറിഞ്ഞാൽ പോയവന്റെ അഡ്രസ് ഉണ്ടാവില്ല. അങ്ങനെ ട്രെയിനിങ് കൊടുത്തു. ആർക്ക്? കുറച്ച് വേശ്യകളായിട്ടുള്ള കൊട്ടാരത്തിലെ തോഴിമാർക്ക്. അവര് ശരീരത്തെയൊക്കെ സൗന്ദര്യവൽക്കരിച്ച് അവരങ്ങോട്ട് പോവുകയാണ്. മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുനി വേഷം കെട്ടിക്കൊണ്ടാ പോകുന്നത്. അങ്ങനെ ആ മുനിയുടെ പുത്രന് ഈ മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളും മുനികളാണ്, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് എന്താണ് വരാത്തത് എന്ന്.
ക്രമേണ തങ്ങളുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ മോഹിപ്പിച്ച് അദ്ദേഹത്തിനെ പതുക്കെ അവിടെ നിന്നും തോണിയിൽ കയറ്റി കൊണ്ടുവരികയാണ്. എങ്ങോട്ട്? ഈ അംഗരാജ്യത്തിലേക്ക്. അവിടേക്ക് കാല് വച്ചതും മഴ പെയ്യാൻ തുടങ്ങി. ഒരാളുടെ സ്വാർത്ഥത കൊണ്ട് മഴ പെയ്യാത്ത സ്ഥലത്ത് വേറൊരാളുടെ തപസ്സുകൊണ്ട് മഴ പെയ്തു. ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കർണാടകയിൽ ശൃംഗേരി എന്ന് പറയുന്ന സ്ഥലം ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലമാണ്, തുംഗഭദ്ര നദീ തീരം. അതുകൊണ്ടായിരിക്കാം ഒരാളുടെ തപസ്സിലൂടെ പ്രകൃതി പോലും അനുഗ്രഹിച്ച സ്ഥലമായതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഭാരതീയ സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ തന്റെ ആദ്യത്തെ മഠം ശൃംഗേരിയിൽ സ്ഥാപിച്ചത് എത്രയാണ്. പിന്നെ അവിടെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെ പോയ സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണുക. പ്രസവിക്കാറായ ഒരു തവള നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ ഉള്ളിൽ നിന്ന് മുട്ടകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ ജന്മാന്തര ശത്രുവായിരിക്കുന്ന ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തിക്കൊണ്ട് അതിന് അഭയം തണല് കൊടുത്തു എന്നാണ്. ഇത് കണ്ടപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾക്ക് തോന്നി, ശത്രുവിന് പോലും അഭയം കൊടുക്കുന്ന, തപസ്സുകൊണ്ട് മഴ വർഷിക്കുന്ന ഈ ഭൂമി തന്നെയാവട്ടെ ഹിന്ദു സംസ്കാരം പ്രചരിപ്പിക്കാൻ, ഭാരതീയ സംസ്കാരം പ്രചരിപ്പിക്കാൻ പറ്റിയ മണ്ണ് എന്ന് പറയുകയാണ്. എത്ര ഗംഭീരമാണ് നോക്കൂ. നമ്മുടെ ഈ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അവിടെ പോകുമ്പോണ്ടല്ലോ, തുംഗഭദ്ര നദി തീരത്ത് ഒരു പാമ്പിന് തവള അഭയം കൊടുക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് ശില വെച്ചിട്ടുണ്ട്. അവര് പൂജിക്കുന്നുണ്ട് ഇപ്പോഴും അതിനെ. അങ്ങനെ കൊണ്ടുവന്നു, മഴ പെയ്തു. എന്നിട്ട് ലോമപാദ മഹാരാജാവ് തന്റെ ഏകപുത്രിയായ ശാന്തയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. വിഭാണ്ഡക മഹർഷിയുടെ കഥ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ വിഭാണ്ഡക മഹർഷി വിളിക്കുന്നതൊന്നുമുള്ള കഥകൾ രാമായണത്തിലില്ല. ആ ഋഷ്യശൃംഖനെയാണ് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഏതായാലും ലോമപാത മഹാരാജാവ് സമ്മതിച്ചു. ഇവിടെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയുമുള്ള അയോധ്യയിൽ എല്ലാവിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അശ്വമേധയാഗവും അതുപോലെ പുത്രകാമേഷ്ടി യാഗവും ചെയ്തു. യാഗത്തെക്കുറിച്ച് വലിയൊരു വിശദീകരണം വാൽമീകി മഹർഷി ചെയ്യുന്നുണ്ട്. 2-3 അധ്യായങ്ങളിലാണ് അതിന്റെ വിശദീകരണം. രാജാവ് വ്രതമെടുക്കുന്നതും പത്നിമാരെ വ്രതമെടുക്കുന്നതും അശ്വത്തെ അഴിച്ചുവിടുന്നതും, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുത്രകാമേഷ്ടി യാഗം. തന്റെ മനസ്സിനെ പ്രാർത്ഥനാനിരതമാക്കി ആജ്യം സമർപ്പിച്ചപ്പോ, പുത്രന്മാരുണ്ടാവാനുള്ള മന്ത്രത്തോടുകൂടി ആജ്യം സമർപ്പിച്ചപ്പോ, അഗ്നിയിൽ നിന്നും തേജോമയമായ ഒരു രൂപം, സിംഹത്തിന്റെ രോമങ്ങളോടുകൂടിയൊരു രൂപം പ്രകടമായി എന്നാണ്. കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ വർണ്ണമുള്ള, സ്വർണവർണ്ണമുള്ള ഒരു പാത്രവും, മൂടിവെച്ച വെള്ളിത്തളിക കൊണ്ട് മൂടിവെച്ചൊരു പാത്രം, അതിലാണെങ്കിൽ നിറയെ പായസവും രാജാവിന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, രാജൻ അങ്ങേക്ക് പുത്രഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ ആ രൂപം അഗ്നിയിലേക്ക് മറഞ്ഞു. അന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ പായസം വരും. അന്നത്തെ പായസം കഴിച്ചാൽ ഗർഭവും വരും. അന്നത്തെ പായസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ പായസത്തിന് കുഴപ്പമില്ല. ഏതായാലും രാജാവ് പായസം സ്വീകരിച്ചു. രാജാവ് അന്നത്തെ രാജാവായി നന്നായി. ഇന്നത്തെ രാജാവാണെങ്കിൽ ബോധമില്ലാതെ, ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥ ഉണ്ട്, ബോധമില്ലാത്തൊരു രാജാവ്. പായസമൊക്കെ വന്നു, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് മന്ത്രമൊക്കെ ജപിച്ചു വെച്ചു. ഇയാൾക്ക് ദാഹം വന്നപ്പോൾ ഇയാൾ പോയിട്ട് പിറ്റേന്നെടുത്ത് കുടിക്കേണ്ടതാണ് പത്നി. ഇയാള് കഷ്ടകാലത്തിന് രാത്രി തന്നെ അത് പോയിട്ട് അതകത്താക്കി. രാവിലെ നോക്കുമ്പോണ്ട് വയറ് വീർത്തിരിക്കുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പോസിറ്റീവാണെന്ന്, എന്നുവെച്ചാൽ ഗർഭിണിയാണെന്ന്. ഈശ്വര പെട്ടുപോയില്ലേ, ആണ് ഗർഭിണിയെ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഇയാൾ പ്രസവിക്കണല്ലോ. എന്ത് ചെയ്തത്രേ? അന്നൊന്നും സിസേറിയനൊന്നുമില്ല. ഇതുപോലെ ആദ്യത്തെ സിസേറിയൻ ഒരാണിനെയാണ് ചെയ്തത്. കരിങ്കല്ലുകൊണ്ട് ഇയാളുടെ വയറ് കീറിയത്രേ. എന്നിട്ട് കുട്ടിയെ പുറത്തെടുത്തു. കുട്ടിക്ക് എവിടുന്ന മുലപ്പാല് കിട്ടുന്നത്? ഇന്ദ്രൻ തന്റെ ചെറിയ വിരൽ വായിൽ വെച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു മാൻ താതു എന്ന്. അങ്ങനെയാണ് അത്രേ ആരുടെ ജന്മം? മാന്താതുവിന്റെ ജന്മം. ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആണിനെ കൊണ്ട് പ്രസവിപ്പിച്ചിട്ടുണ്ട് പായസം കാരണം.
അതുകൊണ്ട് ജപിച്ചു വെച്ച പായസമൊന്നും ആരും കുടിക്കരുത്, അപകടമാണെന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ പായസം വന്നു. ഈ പായസത്തെ ആദരവോടെ സ്വീകരിച്ചു. അതിനെ പകുതി കൗസല്യയ്ക്കും കൊടുത്തു, പകുതി കൈകേയിക്കും കൊടുത്തു. നോക്കണേ, രാജാവിന്റെ ഒരു മനസ്സ്. കൗസല്യ തന്റെ പട്ടമഹർഷിയാണ്, ആദ്യത്തെ ഭാര്യയാണ്. അതിനും ശേഷം കല്യാണം കഴിച്ചത് സുമിത്രയെയും അതിനുശേഷം കല്യാണം കഴിച്ചത് കൈകേയാണ്. സുമിത്രയ്ക്ക് കൊടുത്തില്ല, ആർക്ക് കൊടുത്തു? കൈകേയിക്ക് കൊടുത്തു. രാജാവിന്റെ ആ ഉള്ളിലുള്ള ആ കാമ തൃഷ്ണ, അത് ഇവിടം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾക്ക് ഒരാളോട് പ്രത്യേകം ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രത്യേകമായിട്ട് അയാൾ വല്ലതും കൊടുക്കും. നിങ്ങൾ എവിടെയൊന്നും നോക്കണ്ട, സ്വന്തം വീട്ടിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് നോക്കിയാൽ മതി. ഒരു മകൻ നമുക്ക് കൂടുതൽ പണം തരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അവന് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടിയും പാലക്കൊഴിക്കും, പഞ്ചസാരക്കിടും. അവന് ദോശ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അത് സോഫ്റ്റ് ആക്കും. മറ്റവനോടാണെങ്കിൽ പറയും, എങ്ങനെ കഴിച്ചോണ്ട് പോയിക്കോളൂ എന്ന്, നീ ഒന്നും കഴിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. കമ്പാരിസൺ. തന്റെ സ്വാർത്ഥത ദശരഥൻ കാണിച്ചു. നോക്കണേ, എത്ര വലിയൊരു മനോഭാവമുള്ള സ്ത്രീയായിരുന്നു സുമിത്രയെന്ന്. ഒരക്ഷരം പരാതി പറഞ്ഞില്ല. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, നിങ്ങളായിരുന്നു സുമിത്രയുടെ ഭാഗത്തെങ്കിൽ വെറുതെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദശരഥൻ നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് പായസം തരാതെ നിങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി, അവളാണെങ്കിൽ നല്ല വെളുതൊലിത്തുള്ളൊരു സാധനം, അങ്ങനെ സുന്ദരിയായിട്ടുള്ള സ്ത്രീ വിചാരിക്കുക, നിങ്ങൾക്ക് തരാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എത്ര പേര് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരുണ്ട്? അപ്പം പറയും, വെളുത്ത തോല് കണ്ട് വൃത്തികെട്ട ജന്തു. എപ്പോ അവളിങ്ങോട്ട് വന്നോ പിന്നെ അവളുടെ മൂട് താങ്ങി. പിന്നെ എന്തൊക്കെയാ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഭാഷ. നമുക്ക് ആ സംസ്കാരം ഒത്തിരി കുറവായതുകൊണ്ട് ഇതൊക്കെ വല്ല നോവൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടോ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ശരിയാണോ അല്ലയോ? നമ്മൾ പ്രതികരിക്കും, പ്രതിഷേധിക്കും. ഇവിടെ സുമിത്രാദേവി ഒരക്ഷരം പ്രതികരിച്ചില്ല, സ്വീകരിച്ചു. അതായിരിക്കാം ഈശ്വര നിയോഗം. അതുകൊണ്ടുണ്ടല്ലോ രാമായണത്തിൽ വാൽമീകി മഹർഷി ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സ്ത്രീ കഥാപാത്രം സുമിത്രയാണ്. വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, എത്ര കുറഞ്ഞ വാക്കുകളെ സംസാരിക്കുള്ളൂ, പക്ഷെ പറയുന്നതെല്ലാം അങ്ങേയറ്റത്തെ ആദരണീയമായ വാക്കുകൾ. ശ്രീരാമസ്വാമി തന്റെ അമ്മയേക്കാൾ ആദരിച്ചത് സുമിത്രയാണ്. ലക്ഷ്മണൻ മരിച്ചു കിടക്കുന്ന സമയത്ത് രാവണന്റെ വേലുകൊണ്ട് ലക്ഷ്മണൻ മരിച്ചു കിടക്കുന്ന ഒരു സന്ദർഭമുണ്ട് രാമായണത്തില്. ശ്രീരാമസ്വാമി അമ്പ് താഴെ വെച്ച് വിഭീഷണനോട് പറയുകയാണ്, ലക്ഷ്മണൻ മരിച്ചു ഞാനൊരിക്കലും ജീവിച്ചിരിക്കില്ല എന്ന്. ഞാനെങ്ങാനും അയോധ്യയിൽ പോയി ആ സുമിത്രാദേവിയുടെ മുഖത്തു നോക്കാൻ എനിക്ക് ശക്തിയില്ല എന്ന്. അപ്പൊ സുമിത്രാദേവിയെ അത്രമാത്രം ശ്രീരാമസ്വാമി ആദരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്. സുമിത്രാദേവിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കില്ല, അതിനുള്ള ശക്തി എനിക്കില്ല, ഞാനിവിടെ ശരീരം ഉപേക്ഷിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ആ സുമിത്രാദേവിയുടെ കുറഞ്ഞ വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ ജീവിതമായിരുന്നു പറയാണ്. ഇതൊക്കെ നമുക്ക് രാമായണത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കണം. ഒരു സ്ത്രീ ഉത്കൃഷ്ടയാവുന്നത് കുറഞ്ഞ വാക്കുകൾ പറയുന്നവളും പറയുന്നതെല്ലാം കാര്യമാത്രമുള്ള വാക്കുകളും ജീവിതം ആദരണീയമായി ജീവിക്കുമ്പോഴുമാണ്. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം സുമിത്രാദേവി ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയുടെ കൂടെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് തടയുകയല്ല ചെയ്യുന്നത്, ഉപദേശമാണ് കൊടുക്കുന്നത്. എന്താ വായിൽ നിന്ന് വന്ന വാക്കുകൾ? ആകെ 4 ശ്ലോകങ്ങളെ സുമിത്രാദേവിയുടേതായിട്ടുള്ളൂ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായെന്ന് പറയുന്ന വരികൾ അതാണത്രേ. വരരുചിയുടെ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഭോജേന്ദ്ര മഹാരാജാവ്
വരരുചിയോട് ചോദിച്ചു അത്രേ, രാമായണത്തിൽ ഏറ്റവും അതിന്റെ കാതലായിരിക്കുന്ന ശ്ലോകം ഏതാണ്? അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചില്ല എന്നാണ്. പിന്നീടാണ് അദ്ദേഹം ആ ശ്ലോകത്തെ കേൾക്കുന്നത്. അതായിരുന്നു അത്രേ സുമിത്രാദേവി ലക്ഷ്മണന് കൊടുത്ത വാക്കുകൾ. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത തതസുഖം. രാമായണത്തിൽ സുമിത്രാദേവി ഇത്രയും പറയുന്നുള്ളൂ. ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാം. ഏതായാലും ഇപ്രകാരം പായസം രണ്ടുപേർക്ക് പകുത്തു കൊടുത്തു.